ആ വാർത്താ സമ്മേളനത്തിൽ സിദ്ദിഖ് പറഞ്ഞ നമ്മുടെ ഒരു ചോദ്യത്തിന് സിദ്ദിഖ് പറഞ്ഞ മറുപടി ഇപ്പോൾ ഓർക്കുകയാണെന്ന്. ഈ ആരോപണങ്ങളെക്കുറിച്ച് ഹേമ കമ്മിറ്റി കണ്ടെത്തിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ, അതൊക്കെ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് എന്നുള്ളതായിരുന്നു സിദ്ദിഖിൻ്റെ പ്രതികരണം. ആ സിദ്ദിഖ് തന്നെയാണ് സമാനമായ ഒരു ആരോപണത്തിൽ ഇപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം അദ്ദേഹം തന്നെ ഈ ആരോപണത്തിൽ വീണു പോയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ആ പെൺകുട്ടി പോലീസിൽ പരാതി നൽകാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞത്. പക്ഷേ ഇന്നലെ പറഞ്ഞതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള സാഹചര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇന്ന് പോലീസിലേക്ക് പോയി കഴിഞ്ഞാൽ അത് സിദ്ദിഖിന് കൂടുതൽ കുരുക്കാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാം വളരെ കൃത്യമാണ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് നേരത്തെ 3 വർഷങ്ങൾക്ക് മുമ്പും ഈ പെൺകുട്ടി ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അത് വീണ്ടും ഉന്നയിക്കുകയാണുണ്ട്. ആദ്യം നമ്മൾ ഈ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു ആരോപണം താങ്കൾ മുൻപ് ഉന്നയിച്ചിട്ടുണ്ടല്ലോ, അതിപ്പോൾ പറയാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, കാരണം എനിക്ക് അന്ന് അത് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് സഹിക്കേണ്ടി വന്നു എന്നതാണ് പറയുന്നത്. പക്ഷെ പിന്നീട് അവർ കുറച്ചും കൂടി മാനസികമായി തയ്യാറെടുത്തുകൊണ്ട് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുകയാണ് ഉണ്ടായത്. അപ്പോൾ എത്രത്തോളം മാനസിക സംഘർഷത്തിലായിരിക്കും ആ പെൺകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പൊക്കൊണ്ടിരുന്നത് എന്നുള്ളത് നമുക്കതിൽ നിന്ന് വ്യക്തം. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള അവർ നേരിട്ടുള്ള ദുരനുഭവങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അതും മുഖം മറയ്ക്കാതെയാണ് ആ പെൺകുട്ടി വന്ന് പറയുന്നത്. അപ്പോൾ എത്രമാത്രം മാനസിക പ്രയാസം ആ പെൺകുട്ടി നേരിട്ടിരിക്കും എന്നറിയാം. എന്തായാലും അതിന് അതിനൊരു മറുപടി എന്ന രീതിയിൽ അമ്മയുടെ സംഘടന അല്ലെങ്കിൽ അഭിനേതാക്കളുടെ സംഘടനയുടെ നേതൃസ്ഥാനത്ത് നിന്ന് പിന്മാറിയിരിക്കുകയാണ്. എന്താ ഇവിടെ ഇല്ലേ? എവിടെ പോയിക്കോ? എവിടാണ്? ദിലീപിന്റെ എവിടെ? ഊട്ടിയിലോ? ഊട്ടിയിൽ പോയിക്കോ? ഓക്കെ. ഇപ്പോൾ സിദ്ദിഖിന്റെ വീട്ടിലുള്ള വന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സിദ്ദിഖ് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹം ഊട്ടിയിൽ ഒരു ഷൂട്ടിന് പോയിരിക്കുകയാണ്, ദിലീപിന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സിദ്ദിഖ് ഈ വീട്ടിലില്ല, കാക്കനാട്ടെ വീട്ടിൽ ഇല്ല, ഷൂട്ടിംഗ് സ്ഥലത്താണുള്ളത്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രതികരണം ഇപ്പോൾ തന്നെ നമ്മളോട് ഈ രാജിയുടെ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്, ഇനിയും സിദ്ദിഖ് ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും നിയമ നടപടിക്ക് പോകുന്നുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അടുത്ത ദിവസങ്ങൾ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറിൽ തന്നെ ഒരു വിശദീകരണം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും സിദ്ദിഖ് മാറി നിന്നു, ഇനി രഞ്ജിത്ത് മാറി നിൽക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രഞ്ജിത്തിനെതിരെ സമാനമായിട്ടുള്ള ഒരു ആരോപണം പരസ്യമായി തന്നെ ഒരു നടി വന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ രഞ്ജിത്ത് ഇതുവരെയും രാജിവെക്കാൻ തയ്യാറായിട്ടില്ല. ഇനി രഞ്ജിത്തും ഈ സിദ്ദിഖിന്റെ വഴിയെ വരുമോ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പല ആൾക്കാരും ചോദ്യം ചെയ്തിരുന്നു. നേരത്തെ ജയൻ ചേർത്തല പറഞ്ഞത് അതിൽ 99% പേരും അമ്മ സംഘടനയിലെ 99% പേരും ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. അതിനെ പരിഹസിക്കുന്ന തരത്തിലായിരുന്നു ജയൻ ചേർത്തലയുടെ അമ്മ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പ്രതികരണം. അപ്പോൾ അമ്മയുടെ നേതൃത്വത്തിലുള്ള ആൾ തന്നെ സമാനമായ ആരോപണത്തിൽ പുറത്തു പോകേണ്ടി വരുമ്പോൾ നേതൃത്വത്തിന് തന്നെ ചോദ്യചിഹ്നം ആയി മാറുകയാണ്. നമുക്കറിയാം ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത പലരും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് അത്ഭുതപ്പെടുകയാണ് ഉണ്ടായത്. എന്തായാലും ആ നേതൃത്വത്തിലുള്ളവർ തന്നെ അത്തരം സംഭവങ്ങൾക്ക് ഇരയായിത്തീരുന്നു എന്നുള്ളതാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ നടപടികൾ അമ്മയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ സിനിമാ മേഖലയിൽ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം അനഭിലഷണീയ പ്രവണതകൾക്ക് ഒരു അന്ത്യം കുറിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്ത്രീകൾക്ക് സ്വൈര്യമായും സ്വസ്ഥമായും അഭിമാനത്തോടു കൂടിയും അവിടെ ജോലി ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സിനിമാ മേഖലയിലുള്ള എല്ലാവരും പ്രശ്നക്കാരാണെന്ന് ആരും പറയുന്നില്ല. പക്ഷേ പ്രശ്നക്കാരെ കണ്ടെത്തണം, അവരെ മാറ്റി നിർത്തപ്പെടണം എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം. തീർച്ചയായും നടൻ സിദ്ദിഖെ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന നടിയുടെ വെളിപ്പെടുത്തലിന് തൊട്ടു പിന്നാലെയാണ് നടൻ സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരിക്കുന്നത്.